ഫ്രണ്ട്സ്, അപ്പോൾ ഈ വേനൽക്കാലത്ത് പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് സന്തോഷവും സമാധാനവും തരുന്ന ഒരു സ്ഥലത്തെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അവധിക്കാലമൊക്കെ വരുവാണ്, പിള്ളേരെ കൊണ്ട് എവിടെ പോകും എന്ന കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാട്ടോ ഇത്. നല്ല തണല്. അതെ, ഒരുപാട് ദൂരമൊന്നുമില്ല. പന്തളം ടൗണിൽ തന്നെയുള്ള ഒരു അടിപൊളി പാർക്കിലാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. നല്ല തണുപ്പും തണലും ഒക്കെയാണ്. ഈ നട്ട വെയിലത്ത് പോലും നല്ല സുഖം തരുന്ന ഒരു പാർക്കാണിത്. ഇവിടെ വരണം. ഇവിടെ അധികം ആർക്കും അറിയാത്തതുകൊണ്ടാണ് ആരും വരാത്തത്. വരുന്നില്ലെന്നല്ല, ആള് തീരെ കുറവാണ്. ഇവിടെ ഉള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരെല്ലാം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, പരമാവധി അവർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പുറത്തുനിന്നും ഉള്ള ആൾക്കാർ അധികം വരുന്നതായിട്ട് തോന്നുന്നില്ല. മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന, നല്ല കാശ് മുടക്കി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന പാർക്കാണ് കേട്ടോ. അവിടെ ആണെങ്കിൽ എൻട്രി ഫീ ആണെങ്കിൽ വളരെ തുച്ഛമായ 10 വയസ്സിന് മുകളിലോട്ടേ ഉള്ളൂ ടിക്കറ്റ്. അത് 20 രൂപയേ ഉള്ളൂ. ഞാൻ ആദ്യം വിചാരിച്ച 10 പൈസ എന്നാ പറഞ്ഞത്. അത്രയല്ല, 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. വളരെ തുച്ഛമായ തുക. പക്ഷെ ഇവിടെ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വീഗലാൻഡിൽ ചെയ്തേക്കുന്ന അതേ ക്വാളിറ്റിയിലെ റൈഡ്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വീഗലാൻഡ് ചെയ്തു വെച്ചേക്കുന്ന അതേ ക്വാളിറ്റിയിലാണ് ഇവിടുത്തെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതും എല്ലാ സാധനവും സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല പോലെ കാശ് മുടക്കി ചെയ്തേക്കുന്ന ഒരു സ്ഥാപനം. ഇവിടെ വന്നു പോകേണ്ടി തന്നെയാണ്. ആരോഗ്യ നികേതനം എന്നാണ് ഈ പാർക്കിൻ്റെ പേര്. പന്തളത്തെ ടൗണിൽ തന്നെയാണ് ഈ ആരോഗ്യ നികേതനം ഉള്ളത്. ഈ പേരിലൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ തന്നെയാണ് ഈ പാർക്കുള്ളത്. ഈ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ മുകളിൽ വന്ന് കഴിയുമ്പോഴാണ് ടിക്കറ്റ് കൗണ്ടർ. വാതിക്കൽ തന്നെ ആരോഗ്യം എന്താണെന്നും അതെങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഓരോ റൈറ്റിങ്ങുകൾ ഇവിടെ കാണാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനായിട്ട് ഓരോ ചെറിയ ഹോളുകളൊക്കെ ഉണ്ട് കേട്ടോ. യോഗ സെൻറ്ററുകൾ, ചെറിയ മൾട്ടിപർപ്പസ് ഹോള്, അങ്ങനെ പലതും. അവിടെ ഞങ്ങൾ മനോഹരമായ ഒരു കാഴ്ച കണ്ടു. ഈ 3 കുട്ടികളും അവരുടെ അരങ്ങേറ്റത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുള്ള പ്രാക്ടീസാണ് അവിടെ ലൈവായിട്ട് നടക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കുറേ ചെടികളൊക്കെയാണ് അവർ നട്ടിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് അവർ പഴമയെ കാണിക്കുന്ന രീതിയിലുള്ള പല സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അറയും നിരയും പത്തായവും അങ്ങനെയുള്ളതൊക്കെ അവരവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്തുള്ള മനുഷ്യരുടെ ജീവിതത്തിനെ കാണിക്കുന്ന കുറേ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഇവരിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന രീതിയിൽ ഓരോ പ്രതിമകളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കലപ്പയം കൊണ്ടിരിക്കുന്ന ആൾ, കർഷകന്, കാളവണ്ടിക്കാരൻ, മാടക്കട, അങ്ങനെ പലതും. ഇതിന് ചുറ്റും നടക്കാനൊക്കെ ഒരുപാട് ഇങ്ങനെ വാക്ക് വേ പോലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം നല്ല തണുപ്പും തണലുമാണ്. കാരണം ഫുള്ള് മരങ്ങളൊക്കെ ആയതുകൊണ്ട് തണുപ്പും തണലും. അതുപോലെ സൈഡിലൊക്കെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ചെയർസൊക്കെ ഉണ്ട്. അത് നല്ല മനോഹരമായ ചെയർസ് കണ്ടില്ലേ. നമ്മുടെ ശരിക്കും ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ അല്ലേ. എനിക്ക് തോന്നുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ആഞ്ഞിലിയും തേക്കും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കാത്ത ഒരുപാട് തരത്തിലുള്ള മരങ്ങള്, ഫ്രൂട്ട്സ്, ചിലതരം ഫ്ലവേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പൊ നോക്കിക്കേ, ഈ ഫ്രെയിമിൽ തന്നെ നിങ്ങൾക്ക് കാണാം നമുക്ക് ഒരു ഊട്ടി നിൽക്കുന്ന പോലെ. ഇപ്പൊ ഞങ്ങൾ ഊട്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. കാരണം ആ ലോണും ഈ ചെയേഴ്സും ഈ ഒരു ഫ്രെയിമില് ആര് കണ്ടാലും അത്ര മനോഹരമായിട്ട് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് എല്ലാ കാര്യങ്ങളും. നല്ല തണുപ്പം, നല്ല കാറ്റും. ഇങ്ങനെ ഭയങ്കര കാറ്റല്ല, എന്നാലും നല്ല കൂളായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ പിള്ളേരെ കൊണ്ട് നട്ടുച്ചയ്ക്ക് വന്നാലും നമുക്കും ബുദ്ധിമുട്ടില്ല, പിള്ളേർക്ക് കളിക്കുകയും നല്ലപോലെ ഒന്ന് എൻജോയ് ചെയ്ത് പോവാം. അതെ, കളിക്കുന്ന സ്ഥലവും ഫുള്ള് തണലിലാണ്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. മിക്ക പാർക്കിലും അതൊരു വലിയ ഡ്രോബാക്ക് ആണ്. അവരുണ്ട് അവിടെ, കണ്ടോ, ചുറ്റോട് ചുറ്റും നിന്ന് അവര് പ്ലേ ഏരിയയിൽ കളിക്കുന്നുണ്ട്. പേരൻസിനൊക്കെ ജിമ്മ ആ കണ്ടത്, ഒരു ചെറിയൊരു കുട്ടി ജിമ്മ അവിടെ. രാവിലെ 6:30-ക്കോ 5:30-ക്കോ കണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഒരു 8:30 വരെ ഒരു സെക്ഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ.
ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർക്ക് ഓടിച്ചാടി നടക്കാനുള്ള ഒരു സ്പേസ് ഇല്ല എന്നുള്ളതാണ്. മിക്ക പാർക്കുകളും വളരെ കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇഷ്ടം പോലെ സ്പേസാണ്. ഏത് വഴി വേണേലും ഓടിച്ചാടി നടക്കാം. യാതൊരു അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കത്തുമില്ല. പിന്നെ പലതരം കിളികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ കിളികൾക്ക് താമസിക്കാനായിട്ട് അങ്ങിങ്ങ് മരങ്ങളിലൊക്കെ ചെറിയ ചെറിയ കൂടങ്ങളൊക്കെ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. അച്ചൻകോവിലാറിൻ്റെ തീരത്തായിട്ടാണ് ഈ പാർക്ക് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർക്കിൻ്റെ അകത്ത് ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആറിൻ്റെ മനോഹരമായ വ്യൂ കണ്ടുകൊണ്ടേയിരിക്കാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു യോഗ സെൻറ്ററും അതുപോലെ തന്നെ ഒരു ഓപ്പൺ ജിമ്മും ഉണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുൾ ടൈം ഓപ്പൺ ആയിട്ടുള്ള ഒരു പാർക്കാണിത്. നമ്മുടെ സൗകര്യവും നേരവും ഒക്കെ അനുസരിച്ച് ഇവിടെ വന്ന് നമുക്ക് വേണമെങ്കിൽ ജിമ്മൊക്കെ യൂസ് ചെയ്യാനായിട്ടും പറ്റും. ഇതൊരു പുൽത്തകടിയാ കേട്ടോ. ഇവിടെ മുഴുവൻ ഇങ്ങനെ ഫ്ലവേഴ്സ് വീണ് കിടക്കുക. നല്ല കുഞ്ഞു കുഞ്ഞു ഇവരൊന്ന് കാണിച്ചേ. ഈ ഫ്ലവർ കണ്ടോ? ഈ ഫ്ലവർ എന്തുവാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതിങ്ങനെ പെയ്തോണ്ടിരിക്കും കേട്ടോ. ഓരോ കാറ്റത്തും ഇങ്ങനെ പെയ്തോണ്ടിരിക്കും. നല്ല രസമാണ്. ഒരു കുട്ടി ബേക്കറിയാണ് കേട്ടോ ഈ കാണുന്നത്. പക്ഷെ ഇതിൽ ഒരു സാധനം ഒറിജിനൽ അല്ല. എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുവാണ്. ശ്രീസ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അലൻ ആൽഫി കൊള്ളാം? ഇഷ്ടപ്പെട്ടോ സ്ഥലം? എല്ലാവരും ഈ സ്ഥലത്ത് വരും കേട്ടോ. ആ ഇതൊരു റീഡിംഗ് ലോഞ്ചാണ്. പുസ്തക വായനയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ ബുക്കുമൊക്കെ ആയിട്ട് വന്നിരുന്ന് വായിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ബുക്സ് ഉണ്ട്, അതിവിടെ ഇരുന്ന് വായിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഫൗണ്ടൻ അവർ വെച്ചിട്ടുണ്ട്. ഒരു ട്രീ ഹൗസ് ഉണ്ട്. അങ്ങനെ പോകുന്നു ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഒപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ.